ഹായ് കൂട്ടുകാരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ലോകത്തിന് സമാന്തരമായി വേറെയും ലോകങ്ങളുണ്ടെന്ന്? അതായത് ഒരു പാരലൽ യൂണിവേഴ്സ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ മറ്റൊരു ഭൂമിയിൽ നിങ്ങൾ വേറെ ജീവിതം ജീവിക്കുന്നുണ്ടാവും. അത്തരമൊരു ചിന്തയ്ക്ക് ശക്തി നൽകുന്ന, ലോകത്തെ ഞെട്ടിച്ച ഒരു യഥാർത്ഥ ദുരൂഹ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ആ കഥയിലെ നായകനാണ് ദി മാൻ ഫ്രം ടോറന്റ്. സംഭവം നടക്കുന്നത് 1954 ജൂലൈ മാസത്തിൽ ജപ്പാനിലെ ടോക്കിയോ ഹാനഡെ വിമാനത്താവളത്തിൽ. ഒരു യൂറോപ്യൻ രൂപമുള്ള സ്യൂട്ടൊക്കെ ധരിച്ച ഒരു മാന്യൻ വിമാനം ഇറങ്ങി കസ്റ്റംസ് പരിശോധനയ്ക്കായി എത്തി. സാധാരണ പോലെ തന്നെ ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് പരിശോധിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പാസ്പോർട്ട് ഒരു രാജ്യത്തിന്റെ പേരിലാണ് നൽകിയിരിക്കുന്നത്, ടോറന്റ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ആ രാജ്യത്തെ കുറിച്ച് കേട്ടറിവില്ല. അവർ വേൾഡ് അറ്റ്ലസ് എടുത്തു. മാപ്പിൽ ടോറന്റ് എന്ന രാജ്യം എവിടെയും കാണുന്നില്ല. വിമാനം ഇറങ്ങിയ മനുഷ്യർ ആശയക്കുഴപ്പത്തിലായി. തന്റെ രാജ്യമായ ടോറന്റ് 1000 വർഷമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്നും ബിസിനസ് ആവശ്യങ്ങൾക്കായി താൻ ഇതിനു മുമ്പ് പലതവണ ജപ്പാനിൽ വന്നിട്ടുണ്ടെന്നും അയാൾ വാദിച്ചു. ഫ്രഞ്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഭാഷയെങ്കിലും ജാപ്പനീസ് ഉൾപ്പെടെ പല ഭാഷകളും സംസാരിക്കാൻ അയാൾക്ക് അറിയാമായിരുന്നു. ഉദ്യോഗസ്ഥർ ഒരു ലോകഭൂപടം അയാളുടെ മുന്നിൽ വെച്ചു. എവിടെയാണ് നിങ്ങളുടെ രാജ്യം, ഒന്ന് കാണിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടു. അയാൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി. അത് സ്പെയിനിനും ഫ്രാൻസിനും ഇടയിലുള്ള ഇന്ന് നമ്മൾ അണ്ടോറ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ രാജ്യമായിരുന്നു. ഇതെന്താണ് ഈ മാപ്പിൽ എന്തുകൊണ്ട് എന്റെ രാജ്യമായ ടോറന്റ് എന്ന പേര് മാറ്റി അണ്ടോറ എന്ന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. തന്റെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെ എല്ലാ രേഖകളും ടോറന്റിൽ നിന്നുള്ളതാണെന്നും അവയെല്ലാം ശരിയാണെന്നും അയാൾ തറപ്പിച്ചു പറഞ്ഞു. അയാളുടെ കൈവശം പല രാജ്യങ്ങളിലെ കറൻസികളും ഉണ്ടായിരുന്നു. ഈ ദുരൂഹതയ്ക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഉദ്യോഗസ്ഥർ ആ രാത്രി അദ്ദേഹത്തെ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഹോട്ടൽ റൂമിലേക്ക് മാറ്റി. അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്താൻ രണ്ട് കാവൽക്കാരെ ആ റൂമിന്റെ വാതിലിന് പുറത്ത് നിർത്തി. പിറ്റേന്ന് രാവിലെ പോലീസ് റൂമിൽ പരിശോധനയ്ക്കായി കയറിയപ്പോൾ ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. റൂം അകത്ത് നിന്ന് പൂട്ടിയിരുന്നു. അത്രയും ഉയരമുള്ള റൂമിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ സാധ്യതയുമില്ല. കാവൽക്കാർ വാതിൽ തുറന്നിട്ടുമില്ല. അയാൾ എങ്ങനെ അപ്രത്യക്ഷനായി? ആ മുറിയിൽ വെച്ച് അയാൾ ഉപയോഗിച്ച സാധനങ്ങളും പാസ്പോർട്ടും ഉൾപ്പെടെ എല്ലാ രേഖകളും അപ്രത്യക്ഷമായിരുന്നു. ഇന്നും ആ ചോദ്യത്തിന് ഉത്തരമില്ല. സമാന്തര ലോകത്ത് നിന്ന്, പാരലൽ യൂണിവേഴ്സിൽ നിന്ന് തെറ്റി നമ്മുടെ ലോകത്തേക്ക് എത്തിയ ഒരു യാത്രക്കാരനായിരുന്നു അയാൾ. അതോ വളരെ വലിയ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച ഒരു കന്മാനായിരുന്നു? പലരും ഈ കഥ ഒരു അർബൻ ലെജൻഡായി തള്ളിക്കളയുമ്പോഴും ടോറന്റ് മനുഷ്യന്റെ തിരോധാനം നമ്മുടെ ലോകം നമ്മൾ കാണുന്നതിനേക്കാൾ വലുതും നിഗൂഢവുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.